ഇരിക്കണം ഇരിക്കണം. പിന്നെന്താ ചോദിച്ചത്? നാടകം എക്കച്ചക്കമാ നഷ്ടമായി പോയി. ഇനി ഒരു നാടകം നടത്താൻ മുയற்சிയെടുക്കാമെന്ന് ഫാദർ പറയുന്നുണ്ട്. ആരാണ് ഈ ഫാദർ? ഞാൻ മദ്രാസിലാണ് താമസം. ഒരു പള്ളിയുടെ ധനശേഖരാർത്ഥം ഇവരുടെ ഒരു നാടകം നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കഴിയുന്നതും അങ്ങ് സഹായിക്കണം. ഓ, നല്ല കാര്യമാണല്ലോ, ചെയ്യാമല്ലോ. കടം കാരണം വെളി കളഞ്ഞ് നടക്കാൻ വയ്യ സാറേ. അച്ഛന്റെ ദയ കാരണം ഒരു കളിയൂടെ കളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിടാൻ പോവാ. ശരി ശരി, എനിക്ക് ഒരു അല്പം ധൃതിയുണ്ട്. എന്റെ സംഭാവന മാനേജർ ഒന്നുകൊണ്ട് ഞാൻ ക്യാമ്പിലേക്ക് കൊടുത്തേച്ചേക്കാം. പിന്നെ കാണാം. പയ്യ ബാബു, അയ്യാ എന്താ നിങ്ങൾക്ക്? സോറി, ഞാൻ എന്റെ ബാഗ് മറന്നുപോയി. താങ്ക് യു. പിന്നെ നാളെ തന്നെ കാണാം. പാക്കലാം. എന്റെ അഭിപ്രായത്തിൽ മദ്രാസിൽ വെച്ച് കണ്ട് ബാബുവാണ് ഈ ജയരാജ്. ഉടനെ പോലീസിൽ അറിയിച്ച് വേണ്ട എൻക്വയറി നടത്താൻ പറയണം. യാതൊരു തെളിവുമില്ലാതെ പോലീസിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരെങ്കിൽ ജയരാജന് വലിയ പണക്കാരനുമാണ്. ഇപ്പോഴത്തെ നിലയിൽ ഞാൻ തന്നെ ഈ കേസിന് ഒരു തുമ്പ് കണ്ടുപിടിക്കണം. മിസ്റ്റർ രവി, എല്ലാം ദൈവചിത്തമാണ്. സമാധാനപ്പെടണം. ഇതാ നിങ്ങളുടെ അനിയത്തി കമലയുടെ പെട്ടി. കോളേജിൽ നിന്നും ഹോസ്റ്റൽ വാറൻ തന്നതാണ് ഇതിന്റെ അവകാശം ഏൽപ്പിക്കാൻ. ഞാനാണ് നിർഭാഗ്യവാനായ അവകാശി. പക്ഷേ എന്റെ കൊച്ചനിയത്തിയുടെ മരണം കാണുവാനുള്ള അവകാശം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. വർഷം കൊണ്ട് അവൾ ആശയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ ചേട്ടന്റെ മുഖമൊന്ന് കാണാൻ. രവി, ഈ പരീക്ഷണങ്ങളൊക്കെ എതിർത്ത് ജയിക്കുന്നവനാണ് മനുഷ്യൻ. ഫാദർ എനിക്ക് തന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും എന്റെ ആത്മാർത്ഥമായ നന്ദി. കുറ്റം ചെയ്തവൻ തിരിച്ചനുഭവിക്കും. രവിക്ക് എപ്പോഴും എന്റെ സഹായമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ അജ്ഞാതവാസത്തിന് ഇറങ്ങിയത്. ടിക്കറ്റെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഞാൻ യാത്രയ്ക്ക് തയ്യാറാകട്ടെ. ഫാദർ ഇന്ന് 8 മണിക്കുള്ള ട്രെയിൻ തന്നെ പോയിക്കൊള്ളണം. എനിക്ക് പ്ലെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇല്ല ഫാദർ, എനിക്ക് അത്യാവശ്യമായി മധുര വരെ ഒന്ന് പോകേണ്ടതുണ്ട്. ഒരു പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് ഫാദർ ട്രെയിൻ പോകണം, ഞാൻ ട്രെയിൻ കിട്ടിക്കൊള്ളാം. എന്താ വിരോധമുണ്ടോ? അയ്യോ, മன்னிச்சிடுங்க, ക്ഷമിക്കണം. ഞാൻ വിചാരിച്ചു എന്റെ പയ്യനാണെന്ന്. എന്റെ പയ്യൻ എങ്ങനെ ഒളിഞ്ചു നിന്ന് നോക്കുന്ന സ്വഭാവമുണ്ട്. ഇല്ല, ഞാൻ വന്നത് മുതലാളിയുടെ സംഭാവന ഫാദറിനെ കൊടുക്കാനാണ്. അകത്ത് കിടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഫാദർ സാറിന്റെ ഇടി നേരെ മിന്നൽ വേഗത്തിൽ നെഞ്ചാൻ മുടിക്ക് കിട്ടിയത്. പിന്നെ ഈ വേല ഇവിടെ നടത്തില്ല. ഇതാ ചെക്ക്. ഞാൻ നമസ്തേ. മിന്നൽ, ഈ പണം നിങ്ങൾ വേണ്ടതുപോലെ ചെയ്തുകൊള്ളണം. മിന്നൽ, ഇന്ന് രാത്രി ഫാദറിന് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തുള്ളൂ. ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. സത്യം പറ, ജയരാജനെ പറഞ്ഞ
എവിടെടാ നിന്റെ മുതലാളിയുടെ വീട്? നീ പറടാ, എങ്ങോട്ട് പോണം? ഇതാ ആ വഴിക്ക്. മിന്നൽ, come on. തീപ്പെട്ടി ഉണ്ടോ സാറേ കയ്യില്? ആ, ഞാൻ കൊടുക്കാം.